സംസ്ഥാനത്ത് ഉച്ചയ്ക്ക് ശേഷം സ്വർണ്ണവിലയിൽ വീണ്ടും മാറ്റം. ഗ്രാമിന് 85 രൂപ കുറഞ്ഞു. പവൻ വില 1,15,800 രൂപയായി. പക്ഷേ ആശ്വസിക്കാൻ വരട്ടെ, വില കുത്തനെ ഉയരാൻ തന്നെയാണ് സാധ്യതയെന്നാണ് ആഗോള സാമ്പത്തിക സ്ഥാപനങ്ങൾ പറയുന്നത്. വിപണിയിലുണ്ടായ കടുത്ത പ്രതിസന്ധിയാണ് സ്വർണ്ണവിലയെ സ്വാധീനിച്ചത്. തങ്കം വാങ്ങാൻ പ്ലാനുണ്ടോ? എങ്കിൽ ഉടൻ തന്നെ പോയിക്കോളൂ. വലിയ മാറ്റമാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സ്വർണ്ണവിലയിൽ വന്നിരിക്കുന്നത്. ഗ്രാം വില 85 രൂപയാണ് കുറഞ്ഞത്. ഇത് 85 രൂപയായതുകൊണ്ട് ഇത്രയേ കുറഞ്ഞുള്ളൂ എന്ന് ചിന്തിക്കേണ്ട. ഇത് വലിയൊരു മാറ്റം തന്നെയാണ്. കാരണം വരും ദിവസങ്ങളിലും കുത്തനെ കൂടുമെന്ന് തന്നെയാണ് വിപണി വിദഗ്ധർ പറയുന്നത്. ഗ്രാം വില 85 രൂപ കുറഞ്ഞ് 14,475 രൂപയിലാണ് വ്യാപാരം. പവന് 680 രൂപയാണ് താഴ്ന്നത്. ഇന്ന് ഒരു പവൻ സ്വർണത്തിന് 1,15,800 രൂപയാണ് നൽകേണ്ടത്. ഇതോടെ രാവിലെ വാങ്ങിയവർക്ക് നഷ്ടക്കച്ചവടമായെന്നും ചിന്തിക്കേണ്ട. കാരണം ഓരോ ദിവസവും വലിയ തരത്തിലാണ് മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്നത്. രാജ്യാന്തര സ്വർണ്ണവില 0.5% ഇടിഞ്ഞതാണ് ഇപ്പോൾ സ്വർണ്ണവിലയിലുണ്ടായ കുറവ്. രാവിലെ ഔൺസിന് $5,036 വില. നിലവിൽ 5,026 മാറി. ചെറു ക്യാരറ്റുകളുടെ വിലയിലും മാറ്റമുണ്ട്. 18 ക്യാരറ്റിന് 70 രൂപ കുറഞ്ഞ് ഗ്രാമിന് 11,895 രൂപയായി. 14 ക്യാരറ്റിന് 55 രൂപ കുറഞ്ഞ് 9,260 രൂപയും 9 ക്യാരറ്റിന് 35 രൂപ താഴ്ന്ന് 5,970 രൂപയുമാണ് ഇന്നത്തെ വില. എന്നാൽ ഇപ്പോഴുള്ള വില കുറവ് ആശ്വാസകരമായി കാണണ്ട എന്നാണ് വിദഗ്ധർ പറയുന്നത്. വില കുത്തനെ ഉയരാൻ തന്നെയാണ് സാധ്യത. ആഗോള സാമ്പത്തിക വിദഗ്ധർ ഇതുതന്നെയാണ് മുന്നറിയിപ്പ് നൽകുന്നത്. നിലവിൽ $5,000 മുകളിലാണ് ആഗോള വിപണിയിൽ ഔൺസിന് വില. ഒരുപക്ഷെ സ്വർണം വരും നാളുകളിൽ $5,600 $6,000 ഇടയിലായേക്കുമെന്നാണ് ചില സാമ്പത്തിക സ്ഥാപനങ്ങൾ പറയുന്നത്. എന്നാൽ സ്വർണ്ണവില 1,00,000-നടുത്ത് നിൽക്കാനുള്ള സാധ്യതയാണ് ചിലർ പറയുന്നത്. വില ഉയരുമ്പോൾ അവർ തങ്ങളുടെ പ്രവചനം തിരുത്തുന്നുണ്ടെങ്കിലും സ്വർണത്തിന്റെ അമിത കുതിപ്പിന് വലിയ മാറ്റം സംഭവിക്കുന്നില്ല. ജനുവരിയിലെ വിപണിയിലുണ്ടായ കടുത്ത പ്രതിസന്ധിയാണ് ഇപ്പോൾ സ്വർണ്ണവിലയെ ബാധിച്ചത്. US നീതിന്യായ വകുപ്പ് ഫെഡറൽ റിസർവ് ചെയർമാനെതിരെ ക്രിമിനൽ കേസ് ഭീഷണി മുഴക്കിയാണ് മാസം തുടങ്ങിയത്. ആയതിനാൽ തന്നെ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള ട്രംപിന്റെ നീക്കങ്ങൾ, നാറ്റോ താരിഫ് ഭീഷണികൾ, ഇറാന് ചുറ്റുമുള്ള സൈനിക വിന്യാസങ്ങൾ ഇക്കാലയളവിൽ സ്വർണത്തെ വലിയ തരത്തിലാണ് സ്വാധീനിച്ചത്. $5,000 മുകളിൽ ഔൺസ് വില എത്തിയപ്പോൾ കേരളത്തിൽ ഒരു പവൻ വില 1,16,000 മുകളിലാണ് നിന്നത്. ഇത് 2 ലക്ഷം വരെ എത്താമെന്നാണ് ചില വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. എന്നാൽ ചില സാമ്പത്തിക വിദഗ്ധർ പറയുന്നതനുസരിച്ച് സ്വർണം മൂക്കും കുത്തി വീഴാനും സാധ്യതയുണ്ട്. അപ്പോഴും 1,00,000-ൽ താഴെ പ്രതീക്ഷിക്കേണ്ട. ഇപ്പോൾ വില കുറയുമ്പോൾ സ്വർണം വാങ്ങാനുള്ള ആളുകളുടെ തിരക്കും ജ്വല്ലറികളിൽ കാണുന്നുണ്ട്. എന്നാൽ വാങ്ങുന്നത് ഉചിതമാണോ അതോ പഴയ സ്വർണം വിൽക്കാൻ പറ്റിയ സമയമാണോ എന്നൊക്കെയാണ് ആളുകൾ ചിന്തിക്കുന്നത്. സ്വർണ്ണവില വൈകാതെ കുതിച്ച് $6,000 എത്തുമെന്നാണ് പ്രവചനം. അതേസമയം വില കുറഞ്ഞ് 4,300 എത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ചില സാമ്പത്തിക വിദഗ്ധരുടെ പഠനവും പ്രവചനവും അനുസരിച്ച് സ്വർണ്ണവില ഉയരുമെന്നു തന്നെയാണ്. എന്നാൽ കഴിഞ്ഞകാല സ്വർണ്ണവിലയുടെ കയറ്റിറക്കങ്ങൾ പരിശോധിച്ചാൽ വലിയ തോതിലുള്ള ഇടിവ് പ്രതീക്ഷിക്കേണ്ട എന്നാണ് പറയുന്നത്. കൂടിയ സ്വർണ്ണവില കുറയാനുള്ള സാധ്യത വളരെ കുറവാണ്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.